ഹലോ ഗൈസ്, വെൽക്കം ടു യോലോ. അപ്പം പണി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരിക കേട്ടോ. അപ്പം ഞാൻ കരുതി ഏട്ടനും ഏടത്തിയമ്മയും ഒക്കെ ഉള്ളതല്ലേ, ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ ഒരു ഈവനിങ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നേരെ വന്നാൽ ഫസ്റ്റ് നോക്കുന്നത് അമ്മേനെയാണ്. അമ്മ അടുക്കളയിലുണ്ടാവും, സൈഡിൽ അച്ഛൻ ഫോൺ കളിച്ച് നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ കാലിൽ ചെറുതായിട്ടൊരു വയ്യായിക ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റാണ്. ഞാൻ ഏടത്തിയമ്മയും താഴെ വന്ന് ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ലീവുള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഈ സമയം പൊതുവേ വർക്കാണ്. അങ്ങനെ പിന്നെ അൺഎക്സ്പെക്റ്റഡായി വിജയളേച്ചൻ വന്നു. വിജയളേച്ചൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. അങ്ങനെ വിജയളേച്ചനോട് സംസാരിച്ച് ഞാൻ നേരെ മുകളിലത്തെ നിലയിൽ പോയി. ഇനി അടുത്ത സ്റ്റേജ് ഈ ഡ്രസ്സ് മാറ്റാനാണ്. വേഗം പോയി ഡ്രസ്സ് മാറ്റി വീട്ടിലിടുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബനിയനും പിന്നെ ഒരു പാൻറ്റിലോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം അമ്മേനോട് പറഞ്ഞു ഒരു ഗ്ലാസ് കാപ്പി. അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്ന കാപ്പി ഏടത്തിയമ്മ മനോഹരമായ ഒരു ഗ്ലാസ്സിലോട്ട് പാസ് ചെയ്തിട്ട് എൻ്റെ കയ്യിലോട്ട് അങ്ങ് തന്നു. അപ്പോൾ കാപ്പിക്ക് കൂട്ടാൻ അവിടെ കേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുക? ഇവിടെ മാർബിൾ കേക്ക് എന്നാണ് പറയുക. അങ്ങനെ ഞാൻ ഈ കേക്കും കൂട്ടി കഴിച്ചു. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഞാൻ മുഖമൊന്നും കഴുകിയിട്ടില്ല. ബിക്കോസ് എനിക്ക് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഒരു വിശപ്പാണ്. എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഇല്ലെങ്കിലും പണി കഴിഞ്ഞ് വരുമ്പോൾ എവിടുന്നാന്നറിയില്ല, ഭയങ്കര ഒരു വിശപ്പായിരിക്കും. അങ്ങനെ വിശപ്പിൻ്റെ വിളി കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്ന ഫിഷ് പോണ്ടിൽ ഞാനിങ്ങനെ പറയാം, അടുത്തമ്മേനോട് കൈയിട്ട് നോക്ക്, നമുക്ക് കുറച്ച് മീനൊക്കെ വരും, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. ആൾക്ക് പേടിയുണ്ട് കേട്ടോ, അതിൽ മൂർഖനൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെ പിന്നെ കൈയൊക്കെ ഇട്ട് നോക്കി. പിന്നെ ചെടീൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ഏട്ടനും അതിൻ്റെ ഇടയിൽ മനഃപൂർവ്വം ചൊറിയാനൊക്കെ വരുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഇടിയും ചവിട്ടും കുത്തും ഒക്കെ ഫണ്ണായിട്ട് കളിക്കുക കേട്ടോ. അപ്പം ഞാൻ ഏട്ടൻ്റെ വീഡിയോസൊക്കെ റെയർ ടു റെയർ എനിക്ക് കിട്ടൂ. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇങ്ങനെ കറങ്ങി നടക്കല. പിന്നെ കിട്ടുന്ന സമയം ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കും. ഇതിപ്പോൾ എന്തോ മീനിൻ്റെ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് കുറേ മീനിനെയൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ വിജയളേച്ചനോട് സംസാരിച്ച് വിജയളേച്ച ഇന്ന് തന്നെ തിരിച്ച് താമരശ്ശേരിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വിജയളേച്ച, അവിടെ നിൽക്കൊരു കോഴിയൊക്കെ വെട്ടിയിട്ട് പോകാറുണ്ട്. പക്ഷേ വിജയളേച്ച സമ്മതിച്ചില്ല. ലാസ്റ്റ് ഒരു ടാറ്റയിൽ നിന്ന് വിജയളേച്ചൻ വിട്ട്. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയലാണ്. ചേച്ചി ചായ കുടിക്കുന്നുണ്ട്, അച്ഛൻ പത്രം വായിക്കുന്നുണ്ട്, അമ്മ ചെടിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഏട്ടൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഞാനും എൻ്റെ ഇടയിൽ എന്തൊക്കെയൊക്കെ വെറുതെ നമ്മളുടെ ഒരു നല്ല ഫാമിലി ടൈം സംസാരങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ചർച്ച. ഇപ്പോഴത്തെ ചർച്ച നമ്മുടെ സിറ്റ് ഔട്ടിൽ ചെടി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാട്ടോ. എനിക്കങ്ങനെ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. വെച്ച് കണ്ടാൽ എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് പറയാമെന്നുള്ളത് നമ്മളൊന്നും പറയില്ല. അങ്ങനെ ഞാനും എൻ്റെ ചിഞ്ചുമണിയും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് മെല്ലെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ എത്തി കഥയൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന്. എടത്തിയമ്മ ഈസ് നോട്ട് ലൈക്ക് ആൻ എടത്തി അമ്മ, ഷീ ഈസ് മോർ ലൈക്ക് എ ഫ്രണ്ടാണ്. കാരണം ഞങ്ങൾ ഒരേ വൈബാണ്. ട്രാവലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഫുഡാണെങ്കിലും ഉറക്കമാണെങ്കിലും സിനിമയാണെങ്കിലും ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെ ആശയങ്ങളാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. കുറേ നേരം സംസാരിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല, പക്ഷേ വി ഹാഡ് ഗുഡ് ക്വാളിറ്റി ടൈം എന്ന് പറയാൻ പറ്റും. കാരണം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ക്ഷീണമായിരിക്കും, ചേച്ചിക്ക് ക്ഷീണമായിരിക്കും. പക്ഷേ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞ് കത്തി വരും. ആ ലിപ്സ്റ്റിക്ക് കുക്കിംഗ് അതൊക്കെ പറയും. എടുത്തിപ്പോൾ പോയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ആ ഒരു പ്രസൻസാണ്. കാരണം അവരുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പക്ഷേ എന്ത് ചെയ്യാം, പാർട്ട് ഓഫ് ലൈഫ്, പോയാലേ പറ്റും. അങ്ങനെ പിന്നെ എസ്തെറ്റിക്കലി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ നല്ല വിളക്കൊക്കെ കത്തിച്ച് വന്നു. അങ്ങനെ വിളക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോഗ്രഫി കൊണ്ടുവന്നതാണ്. കറക്റ്റ് അഭിനയിച്ച പുറത്തുമോളും കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വിളക്കൊക്കെ കത്തി വെച്ചു. ലൈറ്റൊക്കെ ഞങ്ങൾ ചെറിയ വാം ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എന്നോട് പറഞ്ഞു വാം ലൈറ്റിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞു മോളെ, നല്ല ലൈറ്റ് ഇടാൻ. അങ്ങനെ പിന്നെ ഉള്ളിൽ പോയി. എനിക്ക് തോന്നുന്നു കപ്പവറുത്ത് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ കപ്പവറുത്തവും കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു. സംസാരം ഒരിക്കലും തീരില്ല. രണ്ടുപേർക്കും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും സംസാരപ്രിയരായതുകൊണ്ട് ഞങ്ങളുടെ സംസാരം എത്ര മണിക്കൂർ വേണമെങ്കിലും ഇങ്ങനെ നീണ്ടുപോയിക്കോളും. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് സീക്രട്ട് ഉണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ചർച്ചയുണ്ട്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു എന്നാൽ ഒരു പണി ചെയ്യാം, കുറച്ച് നേരത്തേക്ക് നമുക്കൊരു സ്കിൻ കെയർ ആവാം. എടത്തിയമ്മയുടെ ഫേസിന് പറ്റിയ ഏതൊരു പാക്ക് എടത്തിയമ്മ ഇട്ടു, എൻ്റെ ഫേസിന് പറ്റിയ പാക്ക് ഞാനിട്ടു. വാട്ട് ദിസ് എടത്തിയമ്മ? ഞാൻ ഒന്നെങ്കിൽ റീത്തു അല്ലെ റീത്തു മോളെ അല്ലെ ചേച്ചി എന്നൊക്കെ. എടത്തിയമ്മ നിന്നേ വരെ വിളിക്കില്ല കേട്ടോ, ഈ വീഡിയോയിൽ വെറുതെ പറയാം, ആയിക്കോട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ പാക്കിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കിൻ കെയർ. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിലും ചേച്ചിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന കണ്ട എൻ്റെ കൂടെ മെല്ലെ വന്ന് ചെയ്യുന്നേ ഉള്ളൂ. അതിനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ പോയാലും കണ്ടിന്യൂ ചെയ്യണം. ചെയ്യുമുണ്ടോ ആവോ നോക്കാം.
അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെല്ലെ പോയി ഫേസ് വാഷ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മൂഡൊക്കെ പോയി, ഞാൻ ഭയങ്കര ടയേർഡായി, വീഡിയോ എടുക്കാണ്ട് ഇൻട്രസ്റ്റൊക്കെ മാറി, റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ തോന്നി. ഇത് ഞാൻ എൻ്റെ ഗ്ലോയിങ് ഫേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഞാനിത് കഴിഞ്ഞ പാടെ തന്നെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തു കേട്ടോ. ഞാൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫേസർ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും, നല്ലൊരു ലിപ് ബാം ഇടും കേട്ടോ. എനിക്ക് ഈ മോയ്സ്ചറൈസറായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക അലോവേര ജെല്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ കൊച്ചു കള്ളി എന്തിയൊക്കെ നോക്കി പിന്നെ നേരെ കിച്ചണിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തോ കുക്കിംഗ് പരിപാടി ഉണ്ടാവും, അല്ലാണ്ട് ഓടി അങ്ങോട്ട് പോകില്ല. കാരണം കുക്ക് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടുവരാനും കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ. എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഇത് ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ, ദേഗയുടെ. ഞാൻ വാങ്ങി ട്രൈ ചെയ്തു. ലൈക്ക് ഭയങ്കരനൊരു മാറ്റം എന്നൊന്നും പറയാനില്ല, ബട്ട് ഇറ്റ് വാസ് ഓക്കെ എന്ന് പറയാൻ പറ്റൂ. പിന്നെ ഹെയറിൽ ഞാൻ റോസ്മേരി വാട്ടർ തേച്ചിടലുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തേക്കുന്ന കേട്ടോ. അത്യാവശ്യം നല്ല മാറ്റം കാണുന്നുണ്ട്. പിന്നെ ഞാൻ മെല്ലെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് മാറ്റി ഞാൻ നൈറ്റ് ഡ്രസ്സിലോട്ട് മാറി കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സാണ്, എനിക്കിടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അങ്ങനെ പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടു, ചിരിച്ച് കളിച്ചു. പിന്നെ നേരെ ഫുഡിൻ്റെ സൈഡിലോട്ട് പോയി. ഫുഡ് എന്തായിരുന്നു ഇന്ന്? ചോറ്, പച്ചക്കറി, പിന്നെന്താ ലിവർ ഫ്രൈ, പപ്പടം, ഉപ്പേരി, ബീട്രൂട്ട് അച്ചാർ. കണ്ടിട്ട് ഇതാണ് ഫുഡ് എന്നാണ് എൻ്റെ ഗസ്സിങ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ റൂമിൽ കയറി. അമ്മൂമ്മ ഇവിടെ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് അമ്മൂമ്മേനൊരു സീരിയലിൻ്റെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ മെല്ലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മെല്ലെ എസ്തെറ്റിക്കലി ബാൽക്കണീൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഉറങ്ങി. ഗുഡ് നൈറ്റ്.